വിദേശത്തിരുന്ന് പണമെറിഞ്ഞ് ഇന്ത്യയിൽ കളി പഠിപ്പിക്കാമെന്ന് ഏതെങ്കിലും ശക്തികൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള അടപടലം പൂട്ടാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. വിദേശ ഫണ്ടിന്റെ കരുത്തിൽ ഇവിടെ അജണ്ടകൾ നടപ്പാക്കാൻ നോക്കിയവരുടെ ആ സൂക്കേട് അങ്ങോട്ട് മാറ്റിക്കൊടുത്തിരിക്കുകയാണ് മോദി സർക്കാർ. അതെ, വിദേശ പണത്തിന്റെ ഒഴുക്കിനുമേൽ രാജ്യം കണ്ട ഏറ്റവും ശക്തമായ നിരീക്ഷണവും നിയന്ത്രണവുമായി കേന്ദ്ര മന്ത്രാലയം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ FCRA ഭേദഗതികൾ കേവലം ഒരു ഭരണപരമായ മാറ്റമല്ല, അത് വിദേശ പണം വാങ്ങി ഇവിടെ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നവർക്ക് നേരെയുള്ള സർക്കാരിന്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. കൃത്യമായ കണക്കില്ലാതെ ഉറവിടമില്ലാതെ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണം പൂർണ്ണമായും നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാസ് നീക്കം. ഈ മാറ്റം കേട്ടതോടെ പതിവ് പോലെ ഒരു വിഭാഗം ആളുകൾക്ക് നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ട്. വിമർശനങ്ങളും മറ്റുമായി അവർ തെരുവിലും മാധ്യമങ്ങളിലും നിറയുന്നുണ്ട്. BJP സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവ സംഘടനകളെയാണെന്നും സഭകളെയാണെന്നും വരെ ചിലർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത? മോദി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം ആരെയാണ് ലക്ഷ്യമിടുന്നത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വന്നിരിക്കുന്നത്? ഇതിന്റെ ചരിത്രം എന്താണ്? ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിലെ NGOകൾക്ക് എന്ത് സംഭവിക്കും? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ സുപ്രധാന നിയമത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്? വിദേശ രാജ്യങ്ങളിൽ നിന്നോ വിദേശ സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഇന്ത്യയിലുള്ള സംഘടനകൾക്കും വ്യക്തികൾക്കും ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെയും സംഭാവനകളെയും നിയന്ത്രിക്കാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു നിയമമാണിത്. ഇതൊരു പുതിയ നിയമമല്ല. അടിയന്തരാവസ്ഥയുടെ കാലത്ത്, അതായത് 1926 ഈ നിയമം ആദ്യമായി കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പുകളിലും വിദേശ ശക്തികൾ പണമൊഴുക്കി സ്വാധീനം ചെലുത്തുന്നത് തടയുകയായിരുന്നു അന്ന് അതിൻ്റെ ലക്ഷ്യം. പിന്നീട് 2010 ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതലാണ് ഈ നിയമം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. വിദേശ പണം വാങ്ങി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന, കൃത്യമായി നികുതി വെട്ടിക്കുന്ന, വികസന പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന വ്യാജ NGOകളെ കണ്ടെത്താൻ മോദി സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിയമം ആരെയും വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുള്ളതല്ല എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. നിയമവിധേയമായി പ്രവർത്തിക്കുന്നവർക്ക് ഇവിടെ യാതൊരു പേടിയുടെയും ആവശ്യമില്ല. പുതിയ നിയമപ്രകാരം വിദേശത്തു നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വളരെ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാനമായും 5 കാറ്റഗറികളിലായാണ് ഈ ഒരു നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇനി മുതൽ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. മതം, സാമൂഹ്യ സേവനം, വിദ്യാഭ്യാസം, സംസ്കാരം, സാമ്പത്തികം എന്നീ 5 മേഖലകളിലെ കൃത്യമായി നിർവചിക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഈ പണം ഇനി വിനിയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നുണ്ടോ? പാവപ്പെട്ടവർക്ക് ചികിത്സ നൽകുന്നുണ്ടോ? തദ്ദേശീയമായി സംസ്കാരം സംരക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വിദേശ ഫണ്ട് വാങ്ങാം, അതിന് തടസ്സമില്ല. എന്നാൽ ഈ പറയുന്ന കാറ്റഗറികൾക്ക് പുറത്ത് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കല്ലാതെ ₹1 പോലും വിദേശത്ത് നിന്ന് വാങ്ങി ഇവിടെ ചിലവഴിക്കാൻ കേന്ദ്ര സർക്കാർ ഇനി അനുവദിക്കില്ല. വഴിമാറി വരുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും. ഇനി എന്തൊക്കെയാണ് ഈ പുതിയ ചട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന NGOകൾക്ക് മുകളിൽ വലിയൊരു ചട്ടക്കൂടാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമതായി, ഈ സംഘടനകൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് എന്നൊക്കെ കൃത്യമായി സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കണം. രണ്ടാമതായി, സംഘടനകളുടെ മുഖ്യ ഭാരവാഹികളായി വിദേശ പൗരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം സംഘടനകൾക്ക് വിദേശ ഫണ്ട് ലഭിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇനി മൂന്നാമതായി, ഈ ചട്ടങ്ങൾ ഏതെങ്കിലും രീതിയിൽ ലംഘിക്കപ്പെട്ടാൽ ആ സംഘടനകളുടെ FCRA രജിസ്ട്രേഷൻ ഉടനടി റദ്ദാക്കും. അവരുടെ സ്വത്തുകൾ ജപ്തി ചെയ്യും. സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കും. പിഴയും അതുപോലെ ജയിൽവാസവും വരെ ഉണ്ടാകും.
ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പതിവ് പോലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ചർച്ചകളും രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഭേദഗതികൾ സഭകളെയും ക്രൈസ്തവ സംഘടനകളെയും തകർക്കാനാണെന്ന് ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സഭയുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ശക്തമായ എതിർപ്പുകൾ വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഈ ഭേദഗതി ഒരു മതത്തെയോ രാഷ്ട്രീയ പാർട്ടിയെയോ ലക്ഷ്യം വെച്ചുള്ളതല്ല. ഇതിന്റെ ഒരേയൊരു ലക്ഷ്യം രാജ്യസുരക്ഷയ്ക്കും സുതാര്യതയ്ക്കും മാത്രമാണ്. വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന NGO-കളെ പൂട്ടുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്. കൃത്യമായ കണക്കുകളോടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്കും ഈ നിയമം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇനി ഒരു വശത്ത് വിദേശ പണത്തിന്റെ സുതാര്യത ഉറപ്പാക്കുമ്പോൾ മറുവശത്ത് ചെറിയ NGO-കൾക്ക് പുതിയ നിയമവ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന വിമർശനവുമുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരം കർശനമായ നടപടികൾ അനിവാര്യമാണെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത്. മോദി വിരുദ്ധർക്ക് ഈ തീരുമാനം എന്തായാലും ദഹിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അവർ ഇതിനെതിരെ ഇനിയും ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാം, സാമൂഹ്യ സേവനം നടത്താം, പക്ഷെ അതിന്റെ ഉറവിടവും ഉപയോഗവും ലക്ഷ്യവും മാർഗവും എല്ലാം 100% സുതാര്യമായിരിക്കണം. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന, രാജ്യത്തിന്റെ ആഭ്യന്തര സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ പണത്തിന്റെ കളി ഇനി ഇന്ത്യയിൽ നടക്കില്ല. മോദി സർക്കാരിന്റെ ഈ ശക്തമായ നിലപാടിന് കൈയടിക്കുകയാണ് രാജ്യം. കാരണം രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വലുതല്ല മറ്റൊരു അജണ്ടയും. ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു വശം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് പലരും ഈ NGO-കളും ഈ നിയമത്തിനെതിരെ ഇത്ര ശക്തമായി രംഗത്ത് വരുന്നത്? അതിന് ചില പ്രായോഗിക കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ വലിയ തോതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അനാഥാലയങ്ങളും നടത്തുന്നത് ഈ കുറെ സഭകളുടെ കീഴിലുള്ള സംഘടനകളാണ്. ഇവയിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് വിദേശത്ത് നിന്നുള്ള വൻതോതിലുള്ള കാരുണ്യം സംഭാവനകൾ ഉപയോഗിച്ചാണ്. പുതിയ നിയമത്തിലെ മതപരിവർത്തന നിരോധനം എന്ന വാക്ക് തങ്ങളെ വേട്ടയാടാൻ സർക്കാർ ആയുധമാക്കുമോ എന്നാണ് അവരുടെ പ്രധാന ഭയം. ഒരു സാധാരണ ആതുര സേവനമോ വിദ്യാഭ്യാസ സഹായമോ ചെയ്താൽ പോലും അത് മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ആരോപിച്ച് ആരെങ്കിലും പരാതി നൽകിയാൽ വലിയ രീതിയിലുള്ള അന്വേഷണം നേരിടേണ്ടി വരും. മാത്രമല്ല, ഈ നിയമപ്രകാരം ഫീൽഡ് വെരിഫിക്കേഷൻ ശക്തമാക്കിയിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥർക്ക് എപ്പോൾ വേണമെങ്കിലും നേരിട്ടെത്തി പരിശോധന നടത്താം. ഇത് തങ്ങളുടെ ദൈനംദിന സന്നദ്ധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും ചെറിയ സാങ്കേതിക പിഴവുകൾ വന്നാൽ പോലും FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുമെന്നാണ് അവരുടെ ആശങ്ക. അതുകൊണ്ടാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്രയും കർശനമായ നടപടികളിലേക്ക് കടക്കാൻ വ്യക്തമായ ചില മുൻകാല അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മാത്രം NGO-കളുടെ ലൈസൻസാണ് മോദി സർക്കാർ റദ്ദാക്കിയത്. ഇതിൽ പല അന്താരാഷ്ട്ര സംഘടനകളും ഉൾപ്പെടുന്നുണ്ട്. വിദേശത്ത് നിന്ന് പണം വാങ്ങി ഇന്ത്യയിലെ വലിയ വികസന പദ്ധതികൾക്കെതിരെ സമരം സംഘടിപ്പിക്കുക, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുക, പല മേഖലകളിലും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിലും പണമെറിഞ്ഞ് വലിയ തോതിൽ മതപരിവർത്തനം നടത്തുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഇത്തരം സംഘടനകൾക്കെതിരെ പുറത്തു വന്നിരുന്നു. ഗ്രീൻ പീസ് പോലെയുള്ള വലിയ അന്താരാഷ്ട്ര സംഘടനകൾ വരെ ഇന്ത്യയുടെ ആണവ നിലയങ്ങൾക്കും കൽക്കരി ഖനന പദ്ധതികൾക്കുമെതിരെ വിദേശ പണം ഉപയോഗിച്ച് കൃത്രിമ സമരങ്ങൾ ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ വരുന്ന പണം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഉറവിടം വ്യക്തമാക്കാത്ത ഒരു പൈസ പോലും ഇനി ഇന്ത്യയിലേക്ക് വരേണ്ടതില്ലെന്ന ശക്തമായ നിലപാടിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിയത്. ലോകത്തിലെ ഒരു വികസിത രാജ്യവും അവരുടെ മണ്ണിലേക്ക് ഇത്തരത്തിൽ അനിയന്ത്രിതമായി വിദേശ പണം ഒഴുക്കാൻ അനുവദിക്കാറില്ല. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ചെന്ന് ഇതുപോലെ വിദേശ ഫണ്ട് വാങ്ങി അവിടുത്തെ വ്യവസ്ഥകൾക്കെതിരെ പ്രവർത്തിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് അത് അനുവദിക്കണം? ആ ചോദ്യത്തിനാണ് മോദി സർക്കാർ ഇപ്പോൾ നിയമപരമായ മറുപടി നൽകിയിരിക്കുന്നത്.
ഇത് ഏതെങ്കിലും സമുദായത്തിന് സംരക്ഷണം നൽകാനോ മറ്റുള്ളവരെ വേട്ടയാടാനോ ഉള്ളതല്ല. മറിച്ച് നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ആത്മാർത്ഥമായി ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും രാജ്യത്തിനുണ്ട്. എന്നാൽ സേവനത്തിന്റെ മറവിൽ അജണ്ടകൾ ഒളിപ്പിച്ചു വെക്കുന്നവർ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മണ്ണിൽ കളി തുടരാമെന്ന് വിചാരിക്കേണ്ട. സുതാര്യതയുടെയും സത്യസന്ധതയുടെയും പുതിയൊരു യുഗത്തിലേക്കാണ് രാജ്യം ചുവടുവെക്കുന്നത്. ഈ ചരിത്രപരമായ തീരുമാനത്തോടെ പണത്തിന്റെ കരുത്തിൽ രാജ്യത്തെ വിലക്കെടുക്കാമെന്ന് മോഹിച്ചവരുടെ അധ്യായം പൂർണ്ണമായും ഇപ്പോൾ അടയുകയാണ്. ഈ പുതിയ മാറ്റങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇത് രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ ഒരു നീക്കം തന്നെയല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.